നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണ് പേടിഎം എന്ന് പറയുന്നത്. ഈ പേടിഎമ്മിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് പേടിഎം മണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പേടിഎം മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതായത് പേടിഎം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് യുപിഐ ആപ്പായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാം. അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബില്ലുകൾ അടയ്ക്കാം. പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സെറ്റപ്പുകളുമുള്ള ഒരു ആപ്ലിക്കേഷനാണ് പേടിഎം മണി എന്ന് പറയുന്നത്. അപ്പോൾ പേടിഎം മണി ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റുകളെക്കുറിച്ച് അറിയാമായിരിക്കും. അതുപോലെ തന്നെ പേടിഎം മണി ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് പേടിഎം മണി എന്ന് പറയുന്ന ഒറ്റ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ പേടിഎം മണിക്ക് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്ഡേറ്റ് പ്രകാരം ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പേടിഎം മണി എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളൊരു KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലൈവ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിരിക്കാം. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പേടിഎം മണി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇപ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പേടിഎം മണി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ ഇതൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അതായത് ഇവിടെ കണ്ടോ, നമുക്ക് ഇൻവെസ്റ്റ് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് വ്യൂ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പേടിഎം മണി ആപ്ലിക്കേഷൻ്റെ ഓൾ പ്രോഡക്റ്റ് എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്, ഇതുവഴി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം സ്റ്റോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പറ്റും. നമുക്കിവിടെ തന്നെ ഈ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിൻഡോയിലേക്ക് വരും. ഇവിടെ നമുക്ക് ഏത് സ്റ്റോക്കുകൾ വാങ്ങുന്നതിനും, അതായത് ഷെയർ മാർക്കറ്റിലുള്ള ഏത് കമ്പനിയുടെ ഓഹരികൾ വാങ്ങാനും നമുക്ക് സൂക്ഷിക്കാനും അതുപോലെ ഏത് സമയത്തും വിൽക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ ഈ പേടിഎം മണി ആപ്ലിക്കേഷനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻ്റാണ്. അതായത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, അതിൻ്റെ മറ്റൊരു സെഗ്മെൻ്റാണ്. അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമുക്ക് എല്ലാ ദിവസവും ഇൻട്രാഡേ ചെയ്യുന്നതിന് അതുവഴി നമുക്ക് സാധിക്കും. ഈ സ്റ്റോക്ക് മാർക്കറ്റിലും ഇൻട്രാഡേ, ഡെലിവറി, അതുപോലെ തന്നെ സിങ് ട്രേഡ് എല്ലാം നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് വഴി ചെയ്യാൻ പറ്റും. നമുക്കതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും നമുക്ക് ഡെയിലി വേണമെങ്കിലും ആഴ്ചയിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പിന്നെ വരുന്നത് ETF ആണ്, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളാണ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെ മറ്റൊരു സംഭവമാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ. നമുക്ക് വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്, നമുക്ക് പുതിയ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ വരുമ്പോൾ ആ കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അവയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷനും ആണ് IPO. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം, ETFകൾ വാങ്ങാൻ, IPOകൾ പങ്കെടുക്കാം. ഇത്രയും നമുക്ക് ഈ പേടിഎം മണി ആപ്ലിക്കേഷനിലൂടെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്ത് നമുക്ക് സാധിക്കുന്നതാണ്. രണ്ടാമത് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതും ഈ പേടിഎം മണി എന്ന് പറയുന്ന ഒറ്റ ആപ്ലിക്കേഷനിൽ അകത്ത് തന്നെ നമുക്ക് ഏകദേശം ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് വാങ്ങാൻ സാധിക്കും. അതായത് ഇതിൽ SIP ആയിട്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് ഏത് മ്യൂച്വൽ ഫണ്ടിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നിശ്ചിത തുക നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ SIP ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലംസമായിട്ട് നമുക്ക് കുറച്ച് പൈസ ഉണ്ട്, അത് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടണമെങ്കിൽ അത് ചെയ്യാം. ഇനി SIP തന്നെ നമുക്ക് ഡെയിലി SIP ഇതിൽ അവൈലബിൾ ആണ്. വീക്കിലി നമുക്ക് SIP ചെയ്യാം, മന്ത്ലി SIP നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് മിനിമം 100 രൂപ മുതൽ നമുക്ക് പേടിഎം മണി ആപ്ലിക്കേഷനകത്ത് SIP സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയും ഞാൻ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ പേടിഎം മണി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് വാങ്ങുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമുക്കിവിടെ പേടിഎം മണി ആപ്ലിക്കേഷനകത്ത് NPS, നാഷണൽ പെൻഷൻ സ്കീമിൽ നമുക്ക് ചേരാൻ സാധിക്കും. അതായത് നമുക്ക് ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാമായിരിക്കും പെൻഷൻ ഫണ്ട് അവർ ചേർത്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് NPS ഉണ്ടാവും, പെൻഷൻ സ്കീമിൽ അംഗമായിട്ടോ. ഇനി നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൈവറ്റ്
സെക്ടർ അല്ല മേഖലയിൽ നിങ്ങൾക്ക് പെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാ മാസവും കിട്ടുന്ന സാലറിയിൽ നിന്നോ അല്ലെങ്കിൽ വരുമാനത്തിൽ നിന്നോ ഒരു തുക ഈ NPS എന്ന് പറഞ്ഞ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഏത് പെൻഷൻ സ്കീമാണോ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, അപ്പോൾ ICICIയുടെ SBIയുടെ ഒക്കെ LICയുടെ ഒക്കെ പെൻഷൻ സ്കീമുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലും നമുക്ക് ചേരാൻ ഈ പേടിഎം മണി ആപ്ലിക്കേഷനിലൂടെ സാധിക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ NFO ആണ്. മ്യൂച്വൽ ഫണ്ടുകൾ ഞാനിവിടെ പറഞ്ഞില്ല, IPO എന്ന് പറയുന്നത് പോലെയാണ് മ്യൂച്വൽ ഫണ്ടുകളും പുതുതായിട്ട് വരുന്ന മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നമുക്ക് ചേരുന്നതിനുള്ള ഒരു ഓപ്ഷനാണത്. പിന്നെ നമുക്ക് ഫിക്സഡ് ഇൻകം, അതായത് FD ഇടുവാൻ നമുക്ക് ഈ ഒരു ആപ്പ് വഴി പറ്റും. വിവിധ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ ഈ ഒരൊറ്റ പേടിഎം മണി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പറ്റും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് സംശയമുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അതുപോലെ ബോൺസുകൾ, സെക്യൂരിറ്റികൾ, അത് കടപ്പത്രങ്ങൾ, സൊവേറിയൻ ഗോൾഡ് ബോണ്ട്, ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകൾ, സെക്യൂരിറ്റികൾ, കടപ്പത്രങ്ങൾ, അതുപോലെ തന്നെ സൊവേറിയൻ ഗോൾഡ് ബോണ്ട് ഇപ്പോൾ അത് സബ്സ്ക്രിപ്ഷൻ ഇല്ല, നിലവിലെടുത്തവർക്ക് ഒക്കെ നമുക്ക് അംഗമാകാനും അതിൻ്റെ പ്രോഡക്റ്റ് വാങ്ങാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പേടിഎം മണി ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്ന് പറയാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പേടിഎം മണി ആപ്ലിക്കേഷൻ മാത്രമല്ല, ട്രേഡ് ചെയ്യുന്നതിന് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള കംപ്ലീറ്റ് വീഡിയോകളുടെ ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ബാങ്കിങ് സംബന്ധമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് പേടിഎം മണി ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ ആണ് ഇടത് സൈഡ് കാണിക്കുന്നത്, വലത് സൈഡ് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പേടിഎം മണി ആപ്ലിക്കേഷൻ അതിൻ്റെ വെബ്സൈറ്റ് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് മൊബൈലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈലിലുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതലും പറയുന്നത്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലാപ്പിലുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെല്ലാം സെറ്റപ്പൊക്കെ ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. ഇവിടെ താഴെ കണ്ടോ, പുതിയൊരു അപ്ഡേറ്റ് വന്നതിന് ശേഷം വന്നിട്ടുള്ളൊരു സംഭവമാണ് ട്രേഡ് മോഡ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനുള്ള എല്ലാ സെറ്റപ്പുകളും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റും, ചാർട്ടുകൾ നോക്കാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പറ്റും. നമുക്ക് പുതിയ സ്റ്റോക്കുകൾ, ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റൊക്കെ പ്രോഫിറ്റിലാണോ അതോ നമുക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഏറ്റവും കിടിലമായിട്ടുള്ളത്, പേടിഎം മണിയിൽ വന്നിട്ടുള്ളത് സ്കാൽപ്പർ. അതായത് നമ്മൾ ഈ സ്കാൽപ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സംഭവമാണ്. ഇവിടെ നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിത് ഇവിടെ 5 മിനിറ്റ് ചാർട്ടിൽ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇടുക, അതിനുശേഷം ഇവിടെയും താഴെ 1 മിനിറ്റ് ഇടുക. നമുക്ക് നിഫ്റ്റി ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കാണ് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് ഇവിടെ മുകളിൽ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഏതെങ്കിലും നമ്മൾ വാങ്ങാൻ പോകുന്നൊരു സ്ട്രൈക്ക് നമുക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടിൻ്റെയും ചാർട്ട് നമുക്ക് മൊബൈൽ സ്ക്രീനിൽ ഒരേ സമയം കാണാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരേ സമയം മാർക്കറ്റ് എങ്ങോട്ടാണ് മൂവ്മെൻറ്റ് നടത്തുന്നതെന്നും നമ്മളെടുത്ത സ്ട്രൈക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാനും ആ ഒറ്റ ക്ലിക്കിൽ നമുക്ക് സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ പറ്റുന്ന രീതിയിലാണ് ഈ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെയധികം യൂസ്ഫുൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേടിഎം മണി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക, അത് ബെനിഫിറ്റ് ആയിരിക്കും. നമുക്കിത് ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇതെല്ലാം മാറ്റിയിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സംവിധാനവും ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതായത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, പൊസിഷൻ, സ്കാൽപ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞു. നമുക്ക് സ്കാൽപ്പർ പ്രിഫറൻസ് കൊടുത്ത് നമുക്ക് ആദ്യമേ ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ പോർട്രേറ്റ് മോഡലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റ് ഓർഡർ ആണോ, ലിമിറ്റ് ഓർഡർ ആണോ, ഇൻട്രാഡേ ആണോ, ഓവർ നൈറ്റിംഗ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആദ്യം എല്ലാം നമുക്ക് ഫസ്റ്റ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്കിന് ബൈ ചെയ്യാനും സെല് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് നേരെ
ഫസ്റ്റ് ഇൻ്റർഫേസിലേക്ക് വരാം. ലാപ്പിലേക്ക് വരികയാണെങ്കിലും സ്റ്റോക്സ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, IPO, പിന്നെ നമുക്ക് മോർ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ETF, പിന്നെ NPS, പിന്നെ ട്രേഡിംഗ് വ്യൂ ഇൻ്റഗ്രേഷൻ ബീറ്റ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ എക്സ്ട്രാ ആയിട്ട് ലാപ്പിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ലോകത്തുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഇത് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനൊക്കെ നമുക്കുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പേടിഎം മണി ആപ്ലിക്കേഷനകത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് കാര്യവും സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏത് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഫെഡറൽ ബാങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കാണാൻ പറ്റും. ഇവിടെ ഗ്രീൻ കളറാണെങ്കിൽ നമുക്കിത് മാർക്കറ്റ് അപ്പാണെന്ന്, ആ സ്റ്റോക്കിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. വളരെ കൃത്യമായിട്ട് താഴേക്ക് ഇതാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂസ് കാര്യങ്ങളെല്ലാം, ഈവൻറ്റുകൾ എല്ലാം, ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, റിസ്ക് എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാം കാണാൻ പറ്റും. ഇതിൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ ഇൻ്റർഫേസ്. അതായത് ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഈ സ്റ്റോക്ക് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ അവർ ഈ മൊബൈൽ ആപ്പ് പേടിഎം മണി ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഞാൻ ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് എടുത്തു. ഡെലിവറി നമുക്ക് ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ബൈ ആണ് ചെയ്യുന്നത്, റെഗുലർ ഓർഡറാണ്. അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്ത് കൊടുക്കണം. സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യാം. ഇവിടെ ട്രിഗർ പ്രൈസ് എത്രയാണെന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി SIP ആയിട്ട് തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് റെഗുലർലി നമ്മൾ നോർമലി ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം ഇനി നമുക്കിവിടെ ഇൻട്രാഡേ ആണ് ചെയ്യേണ്ടെങ്കിൽ ഇൻട്രാഡേ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. മാർജിൻ ട്രേഡ് ഫണ്ട് ആണെങ്കിൽ അത് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ലോങ് ടൈമിലേക്ക് ചെയ്യുന്നവർക്ക് ആ ഒരു രീതിയിൽ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എത്ര ക്വാണ്ടിറ്റി എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എത്ര രൂപയാണ് നമ്മുടെ ബാലൻസ്. അപ്പോൾ ഞാൻ ഈ ആപ്പിനകത്ത് ഇത് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മൈനസിലാണ് കിടപ്പുള്ളത് 23 രൂപ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, ഫണ്ട് ആഡ് ചെയ്യണം. ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇതുവരെയും ഫണ്ട് ആഡ് ചെയ്യാത്തവർക്കാണ് ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യണത്, ബൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റോക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബൈ ചെയ്യാൻ പറ്റും. അത് ഏറ്റവും പുതിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിൽ 3 ഡോട്ട് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിനെ പിൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ ആ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ചെയിൻ കാണാനും ഒക്കെ നമുക്ക് ഇവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഇവിടെ ഈ സെർച്ച് ബാറിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ താഴെയായിട്ട് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്, നിഫ്റ്റി എത്ര പോയിൻ്റാണ് മുകളിലേക്ക് പോയത് അല്ലെങ്കിൽ താഴേക്ക് വന്നത്, അതുപോലെ സെൻസെക്സ് എത്രയാണ് പോയത് താഴേക്ക് വന്നത്, ബാങ്ക് നിഫ്റ്റി എത്രയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഇൻഡെക്സുകളുടെ ഡീറ്റെയിൽസും ഇങ്ങനെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് നമുക്ക് സ്ലൈഡ് കാണാൻ പറ്റും. അതിവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേടിഎം മണി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ സ്റ്റോക്ക് എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് ജസ്റ്റ് ആ സ്റ്റോക്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങാനും ഒക്കെ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ പോർട്ട്ഫോളിയോ ഓവർവ്യൂ, നമ്മുടെ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അതിൻ്റെ വീണ്ടും താഴേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന സ്റ്റോക്ക് ഏതൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്കും വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന സ്റ്റോക്ക് ആയിരിക്കുമല്ലോ
കൂടുതൽ ഡിമാൻഡുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് വേഗത്തിൽ കണ്ടെത്താൻ പറ്റും. അതുപോലെ ETF എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളിൽ കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഇപ്പോൾ നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ബീസൊക്കെ നല്ല ഹൈ റേറ്റിംഗിലാണ്. ഗോൾഡിൻ്റെ വിലയൊക്കെ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളും വില കൂടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ തന്നെ കാണിക്കും. പിന്നെ ഇന്ന് ഇൻട്രാഡേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളും ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ വരുന്നത് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സ്ട്രൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് പുതിയ അപ്ഡേറ്റ് പ്രകാരം വന്നിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ട്രേഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്കാൽപ്പിംഗ് ട്രേഡ് ചെയ്യാൻ തന്നെ പറ്റും. അതുപോലെ തന്നെ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് കുറേ അധികം ടൂളുകളും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ആപ്ലിക്കേഷനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരും. ഞാൻ ഇത് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ട്രേഡ് ചെയ്യുന്നതിനോ മ്യൂച്വൽ ഫണ്ടിനോ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാവും. കാരണം ആ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ഇല്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ അതിലുള്ള കാര്യങ്ങളും ഒക്കെ വച്ച് നമുക്ക് കമ്പയർ ചെയ്യുവാൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം യൂസ്ഫുൾ ആവും എന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്ത് പോവുക. ആവശ്യമില്ലാത്തവർ അല്ലാത്തവരാണെങ്കിൽ ബാക്കി കൂടെ കാണുക. അപ്പോൾ ഇത്രയുമാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് താഴേക്ക് ഞാനിവിടെ പറഞ്ഞല്ലോ ഇങ്ങനെ വീണ്ടും വരുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ ഡീറ്റെയിൽസുകൾ കാണിക്കും. പിന്നെ പുതിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് IPOകളിലോ NFOകളിലോ മ്യൂച്വൽ ഫണ്ടിൻ്റെ പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതിലൊക്കെ വന്നിട്ടുള്ള പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ കാനറ റെബോക്കോ അറിയാമല്ലോ, നല്ലൊരു മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ അതിൻ്റെ പുതിയൊരു ലിസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ള ടൈം, പ്രൈസ് റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് നോക്കാനും വാങ്ങാനും ഒക്കെ പറ്റും. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഇതെല്ലാം ഹോം പേജിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു രണ്ടാമത് ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട സ്റ്റോക്കുകളെ നമുക്കൊരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ദാ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാച്ച് ലിസ്റ്റിന് നമുക്കൊരു പേര് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ക്രിയേറ്റ് വാച്ച് ലിസ്റ്റ് എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വാച്ച് ലിസ്റ്റ് ആഡായി. ഇനി നമുക്കിവിടെ എക്സ്പ്ലോർ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ അതായത് ഇവിടെ താഴേക്ക് വരുമ്പോൾ അദാനി പവർ എന്ന് പറയുന്ന സ്റ്റോക്കിനെ നമുക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് വാച്ച് ലിസ്റ്റിലിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബാക്ക് ബട്ടൺ വന്നിട്ട് ഓൾ ഫോർ ഗുഡ് എന്ന് നോക്കുമ്പോൾ അദാനി പവർ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഇന്നത്തെ പ്രൈസ്, അത് ഇന്ന് മുകളിലേക്കാണോ താഴേക്കാണോ, ഇങ്ങനെ എത്ര സ്റ്റോക്കുകൾ വേണമെങ്കിലും എഡിറ്റ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞതിൽ പോയിട്ട് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ വീണ്ടും സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് സ്റ്റോക്ക് മഹേന്ദ്ര, പിന്നെ ട്രെൻഡിങ് മാർജിൻ ട്രേഡ് സ്റ്റോക്ക് അത് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നോക്കാൻ പറ്റും. ട്രേഡിംഗ് ഓപ്ഷൻസ്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഇന്ന് താഴേക്ക് പോയിട്ടുള്ള സ്റ്റോക്കുകൾ എത്ര, ഈ വർഷം ഏറ്റവും മുകളിലേക്ക് പോയ സ്റ്റോക്ക് ഏതാണ്, ഇയർലി ലോ ആയിട്ടുള്ളത് ഏതാണ്, ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള വാല്യൂ ഉള്ള സ്റ്റോക്ക് ഏതാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസാണ് ഇന്ന്. രണ്ടാമത് HDFC ബാങ്കാണ് 980 രൂപ. പിന്നെ മൂവേഴ്സ് ബൈ വോളിയം. അപ്പോൾ ഇങ്ങനെ ഓരോ കാറ്റഗറി ചെയ്ത് നമുക്ക് തരം തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്നതിൽ ഷോ പ്രിഫറൻസ് സിങ്ക് ആഡഡ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഷോ കോർപ്പറേറ്റ് ഓപ്ഷൻ അതും ഒന്ന് കൊടുക്കുക. പിന്നെ ഷോ ബ്രേക്ക് ഔട്ട് ടാഗ് അതും ഒന്ന് കൊടുക്കുക. നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ ഒരു വാച്ച് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതെല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. അതായത് ഉദാഹരണത്തിന് നമ്മളിവിടെ മൈ വാച്ച് ലിസ്റ്റ് എടുത്തു, വ്യൂ കൊടുക്കുമ്പോൾ കണ്ടോ ഇവിടെ ബ്രേക്ക് ഔട്ടാണ്. ഈ സ്റ്റോക്കുകളൊക്കെ ബ്രേക്ക് ഔട്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അല്ലാത്തതാണെങ്കിൽ വേദാന്ത ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല, അപ്പോൾ അത് അല്ലാന്ന് കാണിക്കും. അപ്പോൾ കോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് വാങ്ങണം. അതിൻ്റെ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ നോക്കുമ്പോൾ ജസ്റ്റ് കാണുമ്പോൾ അറിയാം ഇതുവരെ ഇങ്ങനെ വന്നിട്ടാണ് ബ്രേക്ക് ഔട്ടായി പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് ആ സ്റ്റോക്കിലേക്ക് എൻട്രി എടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സംവിധാനത്തിലാണ് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. പോർട്ട്ഫോളിയോ അറിയാമായിരിക്കും.
നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങുകയോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ P&L ഹോൾഡിങ്സിൽ ഏതൊക്കെയാണ് കിടക്കുന്നത്, വാങ്ങിയ സ്റ്റോക്ക് പൊസിഷൻ ഏതൊക്കെയാണെന്ന് വാങ്ങുമ്പോൾ ഉള്ള അതിൻ്റെ ഡീറ്റെയിൽ, പിന്നെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ്, കഴിഞ്ഞ മാസം എത്രയാണ് പ്രോഫിറ്റ്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസത്ത് എനിക്ക് 11,000 സംതിങ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റിൽ ഇപ്പോൾ ജൂലൈയിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ മാസം എനിക്ക് 1000 രൂപ ലോസ് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് 11,000 കിട്ടിയപ്പോൾ ഒരു 10,000 രൂപ ആവറേജ് ഇതിൽ വർഷത്തിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ ട്രേഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 2 മാസമാണ് ഞാൻ ഇതിലേക്ക് സ്റ്റോക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം ജൂലൈയിൽ ഞാൻ ഇതിലേക്ക് സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് നോക്കി എങ്ങനെയാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ വർക്കിംഗ് ആണോ എന്ന്. മോശമല്ല, പഠിച്ചിരുന്ന സമയത്ത് കുറച്ച് ഇതായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ മാസം ആവറേജ് റിട്ടേൺ എനിക്കൊരു 10 നല്ല രീതിയിലുള്ള പ്രോഫിറ്റിലേക്ക് എനിക്ക് വരാൻ പറ്റും. അപ്പോൾ ആ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡെയിലി ഉള്ളത് പ്രോഫിറ്റ് കലണ്ടർ ലോസ് ഒക്കെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോക്കൊക്കെ കൃത്യമായിട്ട് വാങ്ങിച്ച് വിറ്റ് നമുക്ക് പ്രോഫിറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ചാർജസുകളുണ്ട്. അപ്പോൾ നമ്മളൊരു 50 രൂപ പ്രോഫിറ്റ് കിട്ടി, അതിനുശേഷം അത് സെല്ല് ചെയ്തു. പക്ഷേ നമുക്കിതിൻ്റെ ചാർജൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 50 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ കിട്ടുന്നത് 5 രൂപയായിരിക്കും, അല്ലെങ്കിൽ 2 രൂപയായിരിക്കും, ചിലപ്പോൾ മൈനസ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അറിയത്തില്ല, നമ്മളിതെല്ലാം നോക്കാറില്ല, നമ്മളങ്ങനെ പോകും. പക്ഷേ നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കലണ്ടർ P&L കലണ്ടർ എടുത്തിട്ട് നമ്മൾ ഇക്വിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന. ഓരോ മാസവും എത്രയാണ് ടോട്ടൽ, എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് വന്നത്, ലോസ് വന്നത്, കറണ്ട് ട്രേഡിങ്ങിൽ എത്രയാണ് റിലീസായിട്ടുള്ളത്, നമ്മൾ ലാഭം എടുത്തിട്ടുള്ളത് എത്രയാണ്, അതിൽ ചാർജസ് എത്ര പിടിച്ചു, ടാക്സ് എത്ര പിടിച്ചു, അതുപോലെ തന്നെ നെറ്റ് റിലീസ് എത്രയാണ് നമുക്ക് കയ്യിൽ കിട്ടിയത്, അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയത്, ഇങ്ങനെയുള്ള കറണ്ട് ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിലുള്ള കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ വരെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മേക്കിംഗ് പ്രോഫിറ്റ് എന്ന് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസാണ്, നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരിവിടെ കാണിച്ചു തരും. പിന്നെ അനലിറ്റിക്സ് എന്ന് പറഞ്ഞതിലാണ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു കസ്റ്റം ഡേറ്റ് കൊടുത്തിട്ടും നമുക്ക് അതിനിടയിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, ലോസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇവിടെ താഴെയായിട്ട് ഓർഡേഴ്സ് എന്ന് പറയുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക്, ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും സ്റ്റോക്ക് നമ്മൾ സെർച്ചിൽ പോയി വാങ്ങാൻ പറ്റും. ഇനി ഞാനത് ഒരിക്കൽ കൂടെ ഞാൻ കാണിച്ചു തരും എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നതിലായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ വ്യൂ പാസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ വാങ്ങിയ സ്റ്റോക്കുകൾ കാണാം, സക്സസ്ഫുള്ളി. അപ്പോൾ ഫെഡറൽ ബാങ്ക് ഞാനിവിടെ സെല്ല് ചെയ്യുകയാണെങ്കിൽ എസ് എന്നും, ബൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബൈ എന്നും കാണിക്കും, കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇൻട്രാഡേ ചെയ്ത് ഡെലിവറി എടുത്ത കാര്യങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അവിടെ സക്സസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിലും കാണിക്കുക. അതൊക്കെയാണ് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നതിൽ വരുന്നത്. പിന്നെ വരുന്നത് നമുക്കിവിടെ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ആപ്പിലേക്ക്, അതായത് പേടിഎം മണി ആപ്പിനകത്ത് നമ്മൾ ഏതെങ്കിലും പൈസ ആഡ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നത്, ഫണ്ട് ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഈ ഫണ്ട്സ് എന്ന് പറയുന്നത് വരുന്നത്. ഇവിടെ നമുക്ക് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര രൂപയാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അതിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരും. ഇനി നമുക്കത് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ വിഡ്രോ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എമൗണ്ട് എത്രയാണോ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പൈസ തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. പലരും ആദ്യം ഒരു 100 രൂപ ആഡ് ചെയ്ത് നോക്കും, ഇതിലേക്ക് കയറും. അപ്പോൾ നമുക്കിവിടെ കാണിക്കും ആ ഫണ്ട് 100 രൂപ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരെ ആ പൈസ തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതായത് നമ്മുടെ ചാലു ആയിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുമോ എന്ന് നോക്കാൻ വേണ്ടി ഇവിടെ വിഡ്രോ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ പൈസ പോവത്തില്ല. അപ്പോൾ പലരും വിചാരിക്കും അയ്യോ എൻ്റെ പൈസ നഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നുമല്ല, നമ്മളൊരു പൈസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയറൻസ് ട്രാൻസാക്ഷൻ, അതായത് അതിൻ്റെ നിയമ നടപടികൾ കഴിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡാണ് 24 മണിക്കൂർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ എന്ന് പറഞ്ഞ ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്ത് ആ പൈസ തിരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് നമ്മൾ ട്രേഡ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് പിൻവലിക്കാനും പറ്റും, ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ വളരെയധികം ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയുമാണ് ട്രേഡിംഗ് സംബന്ധിച്ച് സ്റ്റോക്കുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. അപ്പോൾ ഇത്
കുറച്ചെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്കായിരിക്കും ഈ ഒരു ഭാഗം മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പറയുന്നില്ല. നമുക്ക് ഓപ്ഷൻ സ്കാൽപ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമുക്ക് ദാ ഇവിടെയുണ്ട്. ഓപ്ഷൻ ചെയിന് തന്നെയുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് എടുത്തിട്ട് അതിലേതെങ്കിലും സ്ട്രൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ചെയിന്, ഗ്രീക്ക്, എല്ലാ കാര്യങ്ങളും, ലാസ്റ്റ് ട്രേഡ്, ഓപ്പൺ ഇൻട്രസ്റ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളെ പറ്റിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അതിൻ്റെ ലൈൻ ചാർട്ടും നമുക്കിവിടെ ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ്, ചേഞ്ച് OI, PCR, പിന്നെ FIL, അതായത് FIIയും DIയും, ഇത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് എത്രയാണ്, ATM സ്ട്രാഡിൽസ്, ഇങ്ങനെയുള്ള എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആണ്. വളരെയധികം യൂസ്ഫുൾ ആണ് ഈ ആപ്ലിക്കേഷൻ. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഞാൻ പഴയ കുറേയധികം അതായത് ഏകദേശം ഒരു 80% ട്രേഡിങ്ങിൻ്റെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ആപ്പുകളും നമ്മുടെ ചാനൽ വഴി റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ എല്ലാ ആപ്പുകളും ഒന്നിനൊന്ന് ബെറ്ററാണ്. പക്ഷേ പേടിഎം മണി കുറച്ച് പിന്നിലായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് അത്ര ഒരു രസമല്ല. അല്ലെങ്കിൽ ഇതൊക്കെ ട്രേഡൊക്കെ ചെയ്യുന്നതിന് നമുക്കൊരു കാണുമ്പോൾ ഒരു ഭംഗി കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ടാണ്, അടിമുടി മാറ്റിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കെല്ലാം വളരെ വേഗത്തിൽ ചെയ്യാനും പറ്റും. ഇപ്പോൾ പേടിഎം മണി ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഒട്ടും മോശമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനും ഇനി ധൈര്യപൂർവ്വം ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ വരുന്നത് ETF ആണ്, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ. നമ്മൾ ഏത് സ്റ്റോക്ക് വാങ്ങുന്നുണ്ടോ അതുപോലെ നമുക്ക് ഈ ട്രേഡ് ഫണ്ടുകൾ, എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളും നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നിപ്പോൾ ഇന്ത്യ ഗോൾഡ് ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്നതാണ്. വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, വാങ്ങുക. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണം, ഒന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. മാർക്കറ്റ് ഡെപ്ത്, ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണോ നോക്കുന്നത് അതേ സംഭവം തന്നെയാണ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ. ഏതെങ്കിലും ഒരു ഇത് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ട്രേഡ് നടക്കുന്നത്, മൂവ്മെൻറ്റ് നടക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ അറിയെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം ETFകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. IPO എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അതിനും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലൈവിലുള്ള IPOകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്ത് വരാൻ പോകുന്ന IPOകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ പറ്റും. ക്ലോസ് ചെയ്ത IPOകൾ കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് സ്റ്റോക്കിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് കംപ്ലീറ്റ് മ്യൂച്വൽ ഫണ്ടുകളും വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ, താഴേക്ക് വരുമ്പോൾ നമുക്ക് ഫണ്ട് കളക്ഷൻസ്, ബാങ്കിങ് ഫണ്ട്, ഫ്ലക്സി ക്യാപ്പ്, ഗോൾഡ്, ടെക്നോളജി ഫണ്ട്, ഇങ്ങനെയുള്ള പല മേഖലകളിലുള്ള വിവിധ കാറ്റഗറികൾ തരം തിരിച്ച് നമുക്ക് വാങ്ങാനുള്ള രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും സ്പെഷ്യലൈസ്ഡ് ഉള്ളത് ഡെപ്റ്റ് ഫണ്ട്, ELSS ഫണ്ട്, ഗോൾഡ് ഫണ്ട്, ഇങ്ങനെയുള്ള പല മ്യൂച്വൽ ഫണ്ടുകളും കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ELSS ഫണ്ടിൽ വാങ്ങണം. ഇപ്പോൾ SBI ലോങ് ടൈം ഇക്വിറ്റി ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു NAV, ഇപ്പോൾ നെറ്റ് അസറ്റ് വാല്യൂ, ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ 3 വർഷത്തിൽ വളരെയധികം 95% റിട്ടേൺ കൊടുത്തത്. അതായത് ഏകദേശം ഇരട്ടിയോളം ആയിട്ടുണ്ട്. 46% നിഫ്റ്റി പ്രോഫിറ്റിലായിരുന്നത്. അതിൻ്റെ ഇരട്ടിയോളം ആണ് നമുക്ക് ഈ ഒരു ഫണ്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇരട്ടി തുക കിട്ടും. നമ്മൾ ബാങ്കിലൊക്കെ ഇടുകയാണെങ്കിൽ 7% പലിശ കിട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് 3 വർഷത്തിൽ നമുക്ക് 95% പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ചേരാവുന്നതാണ്. ഇനി നമുക്കൊരു SIP ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ മാസവും ഒരു 5000 രൂപ വെച്ച് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണിക്കും. ആ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്ത് മറ്റൊരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കാനും സാധിക്കും. അതിനുശേഷം പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാൻഡേറ്റും കൂടെ കൊടുക്കാൻ മറക്കണ്ട. അതിനുശേഷം എന്ത് ചെയ്യും, അത്
എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവും. ഇത്തരത്തിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നമുക്ക് ആ വാങ്ങിയ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആ മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്താൽ എത്ര രൂപ കിട്ടും, അതിൻ്റെ റിസ്കോമീറ്റർ, ഫണ്ട് ഇൻഫർമേഷൻ, സ്കീം ഹോൾഡിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാനും ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിൽ വരുന്നത്. ഇവിടെ വീണ്ടും താഴേക്ക് വരുമ്പോൾ കണ്ടോ, ഫണ്ട് ബാസ്ക്കറ്റുകളുണ്ട്. അതായത് നമ്മൾ ഒരു പല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യും, പല കമ്പനികളിൽ സ്റ്റോക്കുകൾ വാങ്ങുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ റിസ്ക് കുറയ്ക്കുന്ന ഒരു കാര്യമാണ് പല മ്യൂച്വൽ ഫണ്ടുകളെ ചേർത്ത് ഒരു ബാസ്ക്കറ്റായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ റിസ്ക് കുറച്ചുകൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, റിസ്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാർമ ഇൻഡെക്സിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു 10 ഫാർമസി കമ്പനികളിൽ നിക്ഷേപിച്ചതിന് തുല്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു മ്യൂച്വൽ ഫണ്ടും നമ്മൾ ബാങ്കിങ് മേഖലയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലെ, അതായത് ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു യൂണിറ്റും ഫാർമ മേഖലയിലുള്ള ഒന്നിൻ്റെ ഒരു യൂണിറ്റും കൂടെ രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒറ്റ കുട്ടയായിട്ട്, അതായത് ഒരു ബാസ്ക്കറ്റായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് ഇടിഞ്ഞാലൊന്നും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇടിയാനുള്ള സാധ്യത കുറവായിരിക്കും. അത്തരത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് ഫണ്ട് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പലതരത്തിലുള്ള 3 അല്ലെങ്കിൽ 4 ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ആക്സിസ് മ്യൂച്വൽ ഫണ്ട് 3x അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്വാളിറ്റി പോർട്ട്ഫോളിയോ ആണ്. മിനിമം നമുക്ക് 3000 രൂപ മുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ഒരു വർഷം 14% റിട്ടേൺ കൊടുത്തത്. ഇതിൽ നമുക്ക് ഇത് ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സിസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി, ആക്സിസ് ഗോൾഡ് ഡയറക്റ്റ്, ആക്സിസ് മൾട്ടി ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 3 മ്യൂച്വൽ ഫണ്ടുകളെ ഒരുമിച്ച് വാങ്ങുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ വെറും 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യൂണിറ്റ് വാങ്ങാൻ പറ്റും. അങ്ങനെ നമുക്ക് 3000 രൂപ വെച്ച് 10ഓ 100ഓ ഒക്കെ യൂണിറ്റ് വാങ്ങാനും പറ്റും. പിന്നെ കൊട്ടാക്കിൻ്റെ ഉണ്ട്, അങ്ങനെയുള്ള പലതിൻ്റെ ഉണ്ട്. പല കമ്പനികളുടെ ഒരുമിച്ച് നമുക്ക് ഇതിൽ വാങ്ങാൻ പറ്റും. അതെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SIP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ആവുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെയിലി SIP ഇതിൽ ചെയ്യാൻ പറ്റും. വീക്കിലി SIP, മന്ത്ലി SIP. ഡെയിലി SIP ചെയ്യാൻ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഏതാണോ സെലക്ട് ചെയ്യുക, അതിനുശേഷം നമുക്ക് ഡെയിലി ഒന്ന് കൊടുക്കുക. ആ ഡെയിലിയുള്ള ടൈമല്ല, ഇവിടെ നെക്സ്റ്റ് SIP ഡേറ്റ് കാണിക്കും, എല്ലാ ദിവസവും എന്നുള്ളത്. ഫ്രീക്വൻസി നമുക്ക് മന്ത്ലി അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, ഡെയിലി ഒന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ. മൺഡേ മുതൽ ഫ്രൈഡേ വരെ വേണമെങ്കിൽ ഫ്രൈഡേ വരെ അത് നമുക്കവിടെ കൊടുക്കാം. പേ ആൻഡ് സെറ്റപ്പ് ഓട്ടോ പേ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എമൗണ്ട് ഡെയിലി പോകും. അപ്പോൾ ദിവസ പണിക്കാർക്കൊക്കെ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഡെയിലി പണിക്ക് പോകുന്ന കൃത്യമായിട്ടുണ്ടെങ്കിൽ അത്രമായിരിക്കണം അത്തരത്തിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ അതങ്ങനെ അത്ര നല്ലൊരു ഏർപ്പാടല്ല. അല്ലാതെ പെനാൽറ്റി ഒന്നുമില്ല, എന്നിരുന്നാലും നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ പൈസ മാനേജ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിക്കുക. പിന്നെ വരുന്നത് നമുക്ക് താഴേക്ക് വരുമ്പോൾ വീണ്ടും കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മ്യൂച്വൽ ഫണ്ടുമായിട്ടുള്ള മേഖല ആയിട്ട് വരുന്ന സെഗ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഞാൻ കുറച്ച് കാര്യം വിട്ടുപോയി. താഴേക്ക് വരുമ്പോൾ കാറ്റഗറൈസ് ചെയ്ത് വരുന്നുണ്ട്. താഴേക്ക് കണ്ടോ, ഇവിടെ ഫ്ലക്സി ക്യാപ്പ്, ഗോൾഡ്, ടെക്നോളജി ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതിൽ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ സ്മോൾ ക്യാപ്പ് ആണോ, മിഡ് ക്യാപ്പ് ആണോ, ലാർജ് ക്യാപ്പ് ആണോ എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ കാറ്റഗറൈസ് ചെയ്ത് ഇൻ്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടുകൾ, അതെല്ലാം നമുക്കിവിടെ നിന്നും കാണാൻ പറ്റും. അതും കാണാൻ പറ്റുമെന്നല്ല, നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ വരുന്നത് ഓക്കെ, ജസ്റ്റ് വ്യൂ ഓൾ. IPO ഉള്ള കാര്യം പറഞ്ഞു, മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു, NPS പറഞ്ഞു, NPS നാഷണൽ പെൻഷൻ സ്കീം, ബോൾഡ് പറഞ്ഞു, സോവറിയൻ ഗോൾഡ് പറഞ്ഞു, ഗോൾഡ് ബോണ്ടുകളുണ്ട്, പിന്നെ NCDs കടപ്പത്രങ്ങളുണ്ട്, നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിലൊക്കെ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും.
ഗവൺമെൻറ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ടുകളിലുണ്ട്, ടാക്സ് ഫ്രീ ബോണ്ട്സ്. ഇത് മൂന്നിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോവറിൻ ഗോൾഡ് ബോണ്ടിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടുകളെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വലിയ കമ്പനികൾ എന്ത് ചെയ്യും, അവരുടെ ഇപ്പോൾ ഇന്ത്യ ബുൾസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ബോണ്ട് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 7 മാസമാണ് ടെൻ ഓവർ, പ്രൈസ് 228 രൂപ, മന്ത്ലി ഇൻട്രസ്റ്റ് ഫ്രീക്വൻസി മന്ത്ലിയാണ് ഇവർ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് തരുന്നത്. പക്ഷേ ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് തിരിച്ച് കിട്ടുന്നത്. ആ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുക. അങ്ങനെ കോർപ്പറേറ്റ് ഫണ്ടിൽ നമുക്ക് ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടോ എത്ര പെർസെൻറ്റേജാണ്, 9.8% അവർ പലിശ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് റിസ്ക് ഫ്രീ ആയിട്ട് ഇതിലൊക്കെ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ട്രേഡ് 8 മന്ത് എഗോ ആണ് ലാസ്റ്റ് ട്രേഡഡ്. അപ്പോൾ അത് കൊടുത്തത് ഇതൊക്കെ കണ്ടോ, ഇതിൽ ഇത് പലിശ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക. നമ്മൾ ഇപ്പോഴും ഉള്ളത് ഈ ഒരു സംഭവമാണ്, അത് നോക്കി മാത്രം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടുകളിലും നമുക്ക് ഇതുവഴി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് ബോണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് സെക്യൂരിറ്റീസുകൾ അത് ഇവിടെ വന്നിട്ടുള്ളത് കാണാൻ പറ്റും. അതും നമുക്ക് വരുന്ന സമയത്ത് എടുക്കാൻ പറ്റും. ഇത്രയുമാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ട്രേഡ് മോഡെന്ന് പറഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലുമാണ് വരുന്നത്. കണ്ടോ, താഴേക്ക് വരുമ്പോൾ വാച്ച് ലിസ്റ്റ്, പൊസിഷൻ, ഓർഡേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ചാർട്ട് തന്നെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് നമുക്ക് ഇതിൽ ലൈവായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ബൈയും സെല്ലും കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങാൻ പറ്റും. പിന്നെ വരുന്നത് പോർട്ട്ഫോളിയോ, നേരത്തെ കാണിച്ച അതേ സംഭവം തന്നെയാണ്. പിന്നെ ഡിസ്കവർ, ഈ ഡിസ്കവർ എന്ന് പറയുന്നതിൽ ഓപ്ഷൻ ട്രേഡൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര അധികം ബെനിഫിറ്റുള്ള കാര്യമാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാം. ഇതിനകത്ത് ടൈം നമുക്ക് സമയം ഒരുപാട് നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്കാൽപ്പിങ്ങും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മൊബൈൽ സ്ക്രീനിൽ വരുന്നത്. പിന്നെ ലാപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ല, ഇവിടെ ഏറ്റവും മുകളിൽ വലത് സൈഡ് നമ്മുടെ പ്രൊഫൈലാണ്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ലാപ്പിലേക്ക് വരുമ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിലും ഇതുപോലെ തന്നെയാണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ആ പേജിലേക്ക് വരും. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു OTP വരും. അത് കഴിഞ്ഞിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ്, കണ്ടോ 843 സോറി അത് പോയോ 43452 ഓക്കെ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈലിൽ കാണുന്നത് എങ്ങനെയാണോ അതിനേക്കാളും കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് കിട്ടും. നമുക്ക് വാച്ച് ലിസ്റ്റ് ഇടത് സൈഡ് കാണും. പിന്നെ അതുപോലെ ചാർട്ട് കാണാൻ പറ്റും. നമ്മുടെ ഫണ്ട് അവൈൽ എത്രയാണ്, പോർട്ട്ഫോളിയോ സമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ മാർക്കറ്റ് ഇൻഡെക്സുകൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. പിന്നെ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലോസേഴ്സ് എല്ലാം പഴയ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. മൊബൈലിലാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പേടിഎം മണി ആപ്ലിക്കേഷൻ ആരെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം എടുക്കാവുന്നതാണ്. കാരണം അത്രയധികം സംവിധാനങ്ങൾ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആരെങ്കിലും പേടിഎം മണി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കൊള്ളാം, മോശമാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്